എൻ്റെ പേര് മോളി റാഫേൽ. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ തുരുത്തൂർ ഇടവയിൽ നിന്നാണ് വരുന്നത്. ഈ 24-ാം വർഷത്തിൽ ജൂലൈ 20-ാം തീയതി എൻ്റെ മക്കൾ UK-യിലാണ്. അങ്ങോട്ട് പോയി ഞാനും എൻ്റെ ഭർത്താവും കൂടി. അവിടെ 10 ദിവസം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കാണാനൊക്കെ പോയി. 10ാമത്തെ ദിവസം ഭർത്താവിന് വയ്യാതെയായി. നടന്ന് കാറിൽ കയറി പോയ ആളാണ്. പിറ്റേ ദിവസം വെന്റിലേറ്ററിലാക്കി. അസുഖം കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിന് സാധിക്കുന്നില്ല. എന്താണ് അസുഖമെന്ന് എല്ലാ ടെസ്റ്റ് നടത്തിയിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. 12ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 13ാമത്തെ ദിവസം വീണ്ടും വെന്റിലേറ്റർ കയറ്റി. ഡോക്ടർ പറഞ്ഞു സ്ത്രീകളെല്ലാം പോകാം, ബോഡി കൊണ്ടുപോകാനുള്ള ആൾ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന്. എൻ്റെ മരുമകനാണ് അവിടെ ഉള്ളത്. അപ്പം എൻ്റെ മകൾ പറഞ്ഞു, അമ്മച്ചി അപ്പച്ചൻ സന്തോഷത്തോടെ പോട്ടെ, അമ്മച്ചി കരയല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മാതാവിനോട് ഈശോയിനോടും ഇത്രയും കാലം പ്രാർത്ഥിക്കുന്ന ഞാനാണ്. എനിക്ക് എൻ്റെ ഈശോ എൻ്റെ ഭർത്താവിന് നിൻ്റെ അപ്പച്ചനെ തിരിച്ചു തരും, അപ്പച്ചനെ കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ആഗസ്റ്റ് 4-ാം തീയതി മുതൽ ഞാൻ അത്ഭുത ജപമാല കൂടാൻ തുടങ്ങി. എനിക്കറിയില്ലായിരുന്നു, ഈ മൊബൈലിൽ കണ്ടപ്പോൾ അത് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ 9/1 മാസത്തിലുള്ള ഒരു ജപമാല എനിക്ക് കിട്ടി. അപ്പോൾ റാഫേൽ അച്ഛൻ അതിൽ പറഞ്ഞു, വെന്റിലേറ്റർ ആയിരിക്കുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. ഞാൻ പറഞ്ഞ് മീര എന്നാണ് എൻ്റെ മോളുടെ പേര്. മീര എന്ന് എൻ്റെ അപ്പച്ചനെ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. 25 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് 5 ദിവസം വാർഡിലും കിടന്ന് സുഖമായിട്ട് തിരിച്ചു പോന്നു. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കുഞ്ഞിന് പേരക്കുട്ടി 6 വയസ്സുണ്ട്. അവൾക്ക് എപ്പോഴും ശ്വാസം മുട്ടൽ വരും. പക്ഷെ അത് പുറമേ മനസ്സിലാവില്ല, ഈ കൊച്ചിന് പറയാനും അറിയില്ല. അപ്പോൾ കൂടുതലാവുമ്പോൾ ഇവൾ കിടന്ന് കഴിയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഓക്സിജൻ വളരെ കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എപ്പോഴും ഇത് ഇടയ്ക്ക് ഒരു മാസം 2-3 പ്രാവശ്യം വരും. ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ആസ്മ എന്ന അസുഖം കുഞ്ഞുങ്ങളുടെ അസുഖം മാറുന്നെന്ന്. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും ഇത് പറഞ്ഞില്ല, കാരണം ഇത് അറിയണമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് പറയാതിരുന്നത്. ആ ഫെബ്രുവരി തുടങ്ങി ഈ കൊച്ചിന് ഈ അസുഖം വന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കൊച്ചിന് 2 മണിക്കൂർ ഇതുപോലെ വന്ന്. അപ്പം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞ് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലെന്ന്. അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയിലെ കൺവെൻഷൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാത്ത വ്യക്തി ഇവിടെ ഇരിക്കേണ്ടെന്ന്. ഞാൻ ഓടി അച്ഛൻ്റെ വരെ പോയി അച്ഛനോട് പറഞ്ഞ് അച്ഛാ അതെൻ്റെ ഭർത്താവാണ്. അപ്പം അച്ഛൻ പറഞ്ഞ് എൽറുഹയിൽ വന്ന് സാക്ഷ്യം വരാമെന്ന് പറഞ്ഞ്. പിന്നെ 32 വർഷമായി ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടില്ല. ഇവിടെ ധ്യാനം കഴിഞ്ഞ് ധ്യാനത്തിനൊക്കെ ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ കുളിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു തോന്നൽ പച്ചവെള്ളത്തിൽ കുളിച്ച് നോക്കിയാലാന്ന്. പിന്നെ ഇന്ന് വരെയും പച്ചവെള്ളത്തിലാണ് കുളിക്കണത്. അങ്ങനെ പിന്നെ മുട്ടുകൊത്താനുള്ള ഒരു അനുഗ്രഹവും കൂടി കിട്ടി. എൻ്റെ ഈശോയ്ക്കും മാതാവിനും അന്തോണീസ് പുണ്യാളനും ഒരുപാട് നന്ദി. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം.